സെപ്റ്റംബർ 11 വ്യാഴാഴ്ച. ലൂക്ക 6:27 മുതൽ 38 വരെ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത് ശത്രുക്കളെ സ്നേഹിക്കാനാണ്. പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന ക്രിസ്തീയ ധാർമ്മികതയുടെ ഏറ്റവും അത്ഭുതകരമായ പ്രസ്താവനകളിൽ ഒന്നാണിത്. യേശു നൽകുന്ന കൽപ്പന ഒരു വികാരമല്ല, മറിച്ച് മനോഭാവവും പ്രവൃത്തിയുമാകാൻ അവിടുന്ന് ഉദ്ദേശിക്കുന്നു. ഈ സുവിശേഷ ഭാഗം നമ്മുടെ മുഴുവൻ ജീവിത രീതിയെയും തലകീഴായി മാറ്റുന്നു. ഇത് തീർച്ചയായും ബുദ്ധിമുട്ടാണ് എന്ന് മിക്ക ആളുകളും പറയും. കർത്താവിൻ്റെ ഈ പഠിപ്പിക്കലുകൾ നമ്മൾ സാധാരണ പ്രവൃത്തിയിൽ വരാൻ സാധിക്കില്ല. എന്നാലും നമുക്ക് എങ്ങനെ ആരംഭിക്കാം? ആദ്യം ഞാൻ എന്നെ തന്നെ നോക്കുകയും എൻ്റെ ബലഹീനതകളും ദുഷ്ടതയും താഴ്മയോടെ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും എൻ്റെ എല്ലാ അയോഗ്യതകൾക്കിടയിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു. അവിടുത്തെ സ്നേഹം തുടരുകയും ചെയ്യും. കാരണം അവൻ എപ്പോഴും കരുണയുള്ളവനാണ്. ഞാൻ പാപം ചെയ്യുന്നത് തുടർന്നാലും അവനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയും ചെയ്താലും അവൻ എനിക്ക് എല്ലാം നല്ലത് ചെയ്യുന്നു. ഇങ്ങനെയാണ് ദൈവം എന്നോട് ബന്ധപ്പെടുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഞാൻ മറ്റുള്ളവരുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണാൻ ഒന്ന് ശ്രമിക്കാം. എൻ്റെ സ്വന്തം ബലഹീനതകളെക്കുറിച്ച് ബോധവാനായ എനിക്ക് ഇപ്പോൾ മറ്റുള്ളവരുടെ ബലഹീനതകൾ മനസ്സിലാക്കാൻ കഴിയും. എന്നെപ്പോലെ ഒരു അയോഗ്യനായ വ്യക്തിയോടുള്ള ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം അനുഭവിച്ചറിഞ്ഞ എനിക്ക് എൻ്റെ സ്നേഹത്തിന് മറ്റുള്ളവർ യോഗ്യരല്ല എന്ന് തോന്നിയാലും എനിക്ക് ഇപ്പോൾ അവരെ സ്നേഹിക്കാൻ സാധിക്കും. ദൈവം എന്നെ വിധിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ വിധിക്കേണ്ടത്? എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ചുരുങ്ങുന്നു. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അവൻ്റെ സ്നേഹത്തിന് നമ്മൾ യഥാർത്ഥത്തിൽ യോഗ്യരല്ലാത്തപ്പോഴും ആദ്യം നമ്മെ സ്നേഹിച്ച ദൈവത്തിലേക്ക് നമുക്ക് തിരിയാം. മറ്റുള്ളവരെ വിധിക്കണമെന്ന് നമുക്ക് തോന്നുമെങ്കിൽ നല്ലവരോ ചീത്തയോ ആയ തൻ്റെ എല്ലാ മക്കളോടും ദൈവം കാണിക്കുന്ന കരുണ നമുക്ക് ഓർമ്മിക്കാം. അതുപോലെ നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് സമ്പാദിച്ച പണം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ദൈവം നമ്മോട് എങ്ങനെ ഇത്ര ഉദാരമായി പെരുമാറുന്നെന്ന് നമുക്ക് ഓർമ്മിക്കാം. നമുക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് അവനറിയാമായിരുന്നെങ്കിൽ ഉയർന്ന നിലവാരമുള്ള പെരുമാറ്റമാണ് യേശു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നാം നിരന്തരം അവൻ്റെ സാന്നിധ്യം തേടേണ്ടതുണ്ട്. അവൻ നമ്മെ മറ്റുള്ളവരോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒരു ചാനലാക്കി നമ്മെ മാറ്റും. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. യേശുവിൻ്റെ ഈ പഠിപ്പിക്കലനുസരിച്ച് ജീവിക്കാൻ ഒരു ഹൃദയ പരിവർത്തനം ആവശ്യമാണ്. പരിശുദ്ധാത്മാവിലൂടെ മാത്രം സാധ്യമാവുന്ന ഒന്നാണത്. നമ്മുടെ വേദനകളും പരാതികളും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവൻ നമ്മെ തൻ്റെ സ്നേഹത്താൽ നിറയ്ക്കുന്നു. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇത്തരത്തിലുള്ള സ്നേഹം ലോകത്തിന് ശക്തമായൊരു സാക്ഷ്യമാണ്. അത് തടസ്സങ്ങൾ തകർക്കുന്നു, മുറിവുകൾ സുഖപ്പെടുത്തുന്നു. ഒരിക്കൽ ഭിന്നത ഉണ്ടായിരുന്നിടത്ത് അനുരഞ്ജനം കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനുള്ള യേശുവിൻ്റെ ആഹ്വാനം വെറും ഒരു കൽപ്പനയല്ല, മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാനുള്ള ഒരു ക്ഷണമാണ്. യേശുവിനെ പോലെ സ്നേഹിക്കുമ്പോൾ നാം അവൻ്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുകയും തകർന്ന ഒരു ലോകത്തിൽ അവൻ്റെ കൃപയുടെ ചാലകന്മാരായി മാറുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഓളച്ചൻ CSSR from Kerala.